മസാലയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി നമ്മളെ വിസ്മയിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തുന്ന കലാകാരനാണ് പ്രശാന്ത് വിജയൻ. പ്രശാന്ത്, വെൽക്കം ടു കോമഡി മസാല. താങ്ക് യു വെരി മച്ച്. പ്രശാന്ത് ഇപ്പൊ നമുക്കിടയിൽ സുപരിചിതനാണ്. കാരണം പഞ്ചവർണ്ണ തത്ത എന്നുള്ള ചിത്രത്തില് വളരെ നല്ലൊരു വേഷം, ഒരു ത്രൂ ഔട്ട് ഉള്ളൊരു വേഷം ചെയ്തിട്ടുണ്ടല്ലേ? ഒരു 6 സീനുണ്ട് പടത്തില്. അതെ. കോമഡി മസാലയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? കുറച്ച് മിമിക്രി മറക്കാൻ പറ്റില്ല. ഓക്കെ, ഒരിക്കലും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു മിമിക്രി പെർഫോമൻസ് ആണ് പ്രശാന്ത് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? കുറച്ച് താരങ്ങളുടെ ശബ്ദം. ഓക്കെ. ആദ്യം മലയാള മിമിക്രി എന്ന മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് പത്മശ്രീ പുരസ്കാരത്തിന് ഒരു അർഹനായ മലയാളത്തിന്റെ സ്വന്തം പത്മശ്രീ ജയറാമിന്റെ ശബ്ദം ചെയ്യാം. അയ്യോ, ഇരുന്ന് ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? ഒന്നെഴുന്നേറ്റ് പോടി ഇവിടുന്ന്. അവിടെ അമ്മമ്മയുടെ താത്തുന്ന പേഴ്സണൽ ആസ്തി മനസ്സിലായി. 5 ഏതെങ്കിലും കുരിശിന്റെ തോർത്ത് വെച്ചാൽ പരട്ടകൾ അവന്റെ കംപ്ലീറ്റ് സ്വത്ത് എനിക്കല്ലേ? ഇതൊക്കെ മനസ്സിലാക്കി വണ്ടി എടുത്ത് പൊക്കുറ മണി വണ്ടി വിട്. അടിപൊളി. അടുത്തത് യുവതാരങ്ങളിൽ ശ്രദ്ധേയനായി മാറിക്കൊണ്ടിരിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം ദുൽഖർ സൽമാൻ. ഇത് നല്ലൊരു ബ്രേക്കായ ഒരു സിനിമയായിരുന്നു ഉസ്താദ് ഹോട്ടലിലെ ചിത്രം. അതിലൊരു ഡയലോഗ് തന്നെ പറയാം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാനാണെങ്കിൽ പോയി എംബേക്കാനാണല്ലോ ഷെഫാണ്. എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളുണ്ട്. നിങ്ങൾക്ക് കടയൊക്കെ ഒന്ന് കമ്പ്യൂട്ടറൈസ് ചെയ്തേ. മൈ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് യു വാണ്ട്. അടിപൊളി. അപ്പോൾ ദുൽഖർ സൽമാന് ശേഷം ആരാണ് വരുന്നത്? ജനപ്രിയ നായകൻ ദിലീപ്. ഓക്കേ, ജനപ്രിയ നായകൻ ദിലീപ്. അദ്ദേഹത്തിന്റെ ശബ്ദമാണ് അനുകരിക്കാൻ പോകുന്നത്. സിഐഡി മൂസ എന്ന ചിത്രത്തിലൊരു ഡയലോഗ്. അത് ശരി. അപ്പൊ നിനക്ക് മലയാളം അറിയാം, നിനക്ക് ചങ്ങമ്പുഴ അറിയാം, നിനക്ക് രമണൻ അറിയാം, നിനക്ക് അലവലാതി എന്നുള്ള വാക്കും അറിയാം. അല്ലടി നിനക്കറിയോ? ഇന്നേ വരെ ഒരു ഹിന്ദി സിനിമയ്ക്കൊന്നും പോയില്ലാത്ത ഞാൻ 1980 മുതലുള്ള എല്ലാ ഹിന്ദി പടങ്ങളിലെ പേര് കാണാ പടം പഠിച്ചിട്ടാണ് നിന്റെ പുറകെ പാട്ടും പാടുന്നത്. ഈശ്വര, ഈ പഠിത്തം ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിലേ ഞാനൊന്ന് ഹിന്ദി മുൻഷി നിന്നെ ഞാൻ വെറുതെ വിള്ളടി നോർത്ത് ഇന്ത്യ. നിനക്കറിയോ ഞാൻ ഭയങ്കര സംഭവ. സത്യം പറഞ്ഞാല് ദിലീപേട്ടന്റെ ശബ്ദം ഒരാള് സ്റ്റേജിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് ഞാൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇനി എന്താ അടുത്തത്? ഒരു പരീക്ഷണം പോലെ ഒരുപാട് വേദികളിൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിൽ എനിക്കൊരു ഭാഗ്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്പോട്ട് ഡബിങ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ജയസൂര്യ. എന്നെ കല്യാണം കഴിച്ച കുട്ടിക്ക് 2 ഓപ്ഷൻ ഉണ്ടാവുക. ഒന്നുമില്ലെങ്കിൽ ഒരു അംബാനിയുടെ ഭാര്യയായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഒരു ഭ്രാന്തന്റെ ഭാര്യയായിട്ട് ജീവിക്കേണ്ടി വരും. ഒരു കോമൺ മാന്റെ ഭാര്യയായിട്ട് ലൈഫ് കംഫർട്ടായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച കുട്ടി വരണം എന്നേക്കുള്ളൂ. ജസ്റ്റ് തിങ്ക് ആൻഡ് റിലാക്സ് ആൻഡ് ലെറ്റ് മീ നോ ദ ഡീറ്റെയിൽസ്. താങ്ക് യു വെരി മച്ച്. അടുത്ത പൃഥ്വിരാജ് ഒരു റിസർവ്ഡ് കഥാപാത്രം ചെയ്തൊരു സിനിമയായിരുന്നു 7th ഡേ എന്ന ചിത്രം. അതിലെ ആ ഡയലോഗ് കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. യു സി ഡയർ നീഡോണ്ട് 3 പേരും തോറ്റുപോയവരാണ്. അതുകൊണ്ട് പൊറുതി തോറ്റാലങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഐ ഓൾവേസ് പ്ലേ ടു വിൻ. താങ്ക് യു. സൂപ്പർ. താങ്ക് യു. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായ ഒരു ഹിന്ദി താരമാണ് ഷാറുഖ് ഖാൻ. അദ്ദേഹത്തിന്റെ ചെന്നൈ എക്സ്പ്രസ് എന്നൊരു സിനിമയിൽ തമിഴ് കലർ എന്ന് പറയുന്ന ഒരു ക്ലൈമാക്സ് ഡയലോഗ് ഉണ്ട്. അതൊന്ന് പറയാം. കിങ് ഖാൻ ഷാറുഖ്. मिस्टर तंगबली, आपने मुझसे क्या बोला था? I don't know your language. मैं भी बोलने की कोशिश करता हूँ. हुईरोड़ा बंडनी, हुईरोड़ा पोकमाट. इंगे इन्होंने वेटी पीस आकी पासलाने पे विड़वे है ना? सारी दुनिया से लड़ूंगा मैं तुझसे भी क्योंकि I do love her too. And please don't underestimate the power of a common man. പൊളിച്ച്. എന്തായാലും പ്രശാന്ത് ചെയ്തിടത്തോളം പെർഫോമൻസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസുകളായിരുന്നു. എന്ത് പറയുന്നു സൂചേട്ടൻ, ഉണ്ട് ഉല്ലാസേട്ടാ? എങ്ങനെയുണ്ടായിരുന്നു? പക്ക അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ദിലീപേട്ടന്റെ ശബ്ദമൊക്കെ ചെയ്ത് ഭയങ്കര പെർഫെക്ഷൻ ഫീൽ ചെയ്തു. ഭയങ്കര ഞാൻ കേട്ടിട്ടില്ല. അത് ഒരെണ്ണം മാത്രമല്ല, മൊത്തം എല്ലാം ചെയ്തതെല്ലാം സൂപ്പർ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരത്തെ ഇത് കേട്ടിട്ടുള്ള ഒരുപാട് അവരോടൊപ്പം നിന്ന് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സൂപ്പർ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓഡിയൻസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? യെസ്. അപ്പൊ മലയാള സിനിമയ്ക്ക് നല്ലൊരു ആർട്ടിസ്റ്റിനെ അതുപോലെ തന്നെ നല്ലൊരു നടനെ കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് സന്തോഷം. കോമഡി മസാലയുടെ ഈ വേദിയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിൽ പ്രശാന്ത്. താങ്ക് യു. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഈ മെയ് 11 ജിജു അശോകൻ സാർ സംവിധാനം ചെയ്ത പ്രേമസൂത്രം എന്നൊരു സിനിമ വരുന്നുണ്ട്. അതിനകത്തൊരു അധ്യാപകനായിട്ടൊരു വേഷം ചെയ്തിട്ടുണ്ട്. ചെറിയൊരു
അപ്പൊ അതിന് എല്ലാവരുടെ പ്രോത്സാഹന അനുഗ്രഹവും വേണം. തീർച്ചയായിട്ടും. Thank you. ഓക്കെ പ്രശാന്ത്, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണാം.